ഇത് സാന്നിധ്യത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഈ അഗ്നിയിലൂടെ തീരുടെയും വെള്ളത്തിലൂടെയും മനുഷ്യൻ പോകുന്ന കടങ്ങളാകാം, രോഗങ്ങളാകാം. ഇപ്പം ക്യാൻസർ 4th സ്റ്റേജിലേക്ക് അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴേ അതിൽ ചില ആൾക്കാരൊക്കെ ദേ ആർ അപ്പിയറിങ് ടു മീ ആസ് ഇഫ് നത്തിങ് ഹാപ്പൻഡ്. അവർക്ക് എനിക്ക് മനസ്സിലായിരിക്കണത് അവർക്ക് ഏതാണ്ട് ഒരു ചെറിയ തലവേദന മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു രീതിയിലാണ് അവരെന്നോട് ഡീല് ചെയ്യണത്. എന്താ കാര്യം? ഈ ക്യാൻസർ 4th സ്റ്റേജിന് അവരഗ്നിയിലൂടെ പോവുകയാണ്, അവർ വെള്ളത്തിലൂടെ നങ്ങുകയാണ്. വെള്ളം മുങ്ങത്തില്ല, വെള്ളം നിന്നെ മുക്കത്തില്ല, അഗ്നി നിന്നെ പൊള്ളിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഇവരിതിൻ്റെ ആ വേദനയും ചൂരും ഇവരനുഭവിക്കുന്നില്ല. കർത്താവ് അവർക്ക് ആന്തരിക അഭിഷേകം നൽകിക്കൊണ്ട് വേദന അനുഭവിക്കാത്ത, ആന്തരിക സമാധാനം നഷ്ടപ്പെടാത്ത രീതിയിൽ അവർക്ക് അഭിഷേകം നൽകിയിരിക്കുമ്പോൾ അവരെന്താ വസിക്കണത്? ദൈവം തന്നെയാണ് വസിക്കുന്നത്. അതാണ് അഭിഷേകം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകത്തെ സഹായിക്കുന്ന ഉടമ്പടി ഫോർമുലയാണ് യോഹന്നാൻ 15:10. നമുക്കറിയാം, നമ്മൾ അനുഗ്രഹ ലെവലിൽ നിന്ന് ഒരു വ്യക്തി 2ാം ഘട്ടത്തിലേക്ക്, ആത്മീയ വളർച്ച 2ാം ഘട്ടത്തിലേക്ക് എത്തുന്നത് അഭിഷേക ലെവലിലാണ്. അതിന് നമ്മളെ സഹായിക്കുന്ന സുവിശേഷ ഫോർമുലയുണ്ട്. അതാണ് യോഹന്നാൻ 15:10. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച്, ഏറ്റു പറഞ്ഞേ, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ, അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും, എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെന്ന് ഈ വചനം ഒന്ന് കേട്ടിട്ട് എൻ്റെ മക്കൾ ഒന്നുകൂടി പറയണം. അത് യോഹന്നാൻ 15:10. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ, അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും, എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പോൾ ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ്? അഭിഷേകത്തിൻ്റെ അടിത്തറ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ്? ഉടമ്പടിയുടെ ഉദ്ദേശം പ്രാഥമികമായ ഉദ്ദേശം നിങ്ങൾ പലതും നിങ്ങളുടെ മക്കളുടെ ജോലി, അല്ലേ, മക്കളുടെ വിവാഹം, കുഞ്ഞുങ്ങൾ, പിന്നെ കുടുംബ ജീവിതം, ജോലി, അതുപോലെ തന്നെ കടങ്ങൾ പരിഹരിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്. ആ വിഷയത്തിനെല്ലാം സമാധാനം ഉണ്ടാകുന്നതിനും ഉടമ്പടി തന്നെയാണ് പരിഹാര മാർഗമെന്ന് നമ്മൾ ആദ്യം വായിച്ച് കേട്ടു. അതേത് വചനമാണ്? 2 സാമുവേൽ 23:5. എന്താണ്? രക്ഷയും അനുദിന അഭിലാഷങ്ങളും. അതാണ് തന്നെ ഉടമ്പടി നന്നായി ചിട്ട ചെയ്തിരിക്കുന്ന ഉദ്ദേശം. എന്തിനാണ്? ആ വചനം ഒന്ന് വായിച്ച്. 2 സാമുവേൽ 23:5. 2 സാമുവേൽ 23:5. അവിടുന്ന് എന്നോട് ശാശ്വതമായ ഉടമ്പടി ചെയ്തിരിക്കുന്നു, സുരക്ഷിതമായി സംവിധാനം ചെയ്ത ഉടമ്പടി. അവിടുന്ന് എന്റെ രക്ഷയും അഭിലാഷവും സാധിച്ചു തരും. അഭിലാഷം എന്ന് വെച്ചാൽ ആഗ്രഹം. അതിനകത്താണ് ജോലി, വീട്, വിവാഹം, PR, പെൻഷൻ,
ഇങ്ങനെയുള്ള വിസ എല്ലാം ഉള്ളത്, അഭിലാഷങ്ങൾ. അതിനകത്ത് കുറേ വാക്കുകൾ, നല്ല ഇടിവിട്ട് വാക്കുകളുണ്ട്. എന്താ കാര്യം? ഒന്നൊരു വായിച്ച വചനം, അവിടുന്ന് എന്നോട് ശാശ്വതമായ ഉടമ്പടി ചെയ്തിരിക്കുന്നു. ഇതാണ് വിഷയം. നിങ്ങളെ പലരും 90 ദിവസത്തേക്കാണ് ചെയ്തിരിക്കുന്നത്. ദൈവം ആ 90 ദിവസം എന്ന് പറഞ്ഞാൽ ദൈവം അങ്ങനെയല്ല കാണുന്നത്. ദൈവം എന്താ? ദൈവത്തോട് നമുക്ക് 90 ദിവസം ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് നോൻപ് കാലം പോലെ ഒരു പ്രത്യേക കാലം ആചരിക്കാം. പക്ഷെ ഉടമ്പടി ദൈവം കാണുന്നത് എന്താണ്? ശാശ്വതമായിട്ടാണ്. കാര്യം ദൈവം നമ്മളെപ്പോലെ എഴുതാത്ത വെച്ച് മരിച്ചു പോണ ആളല്ല. അപ്പം ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉടമ്പടി ശാശ്വതമാണ്. അതുകൊണ്ട് അത് ശാശ്വതമാണെന്ന് പറയാൻ വേണ്ടി ദൈവം പറഞ്ഞിരിക്കുന്ന വേറെ വാക്കുണ്ട്. എന്താണ്? നിങ്ങളിനി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉഴപ്പമായിരിക്കും, പക്ഷെ എന്നാലും നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ഞാൻ ആ വചനം ഒന്ന് വായിച്ചേ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിമോത്തിയോസ് 2:13 നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. അപ്പൊ 90 ദിവസം കഴിഞ്ഞാലും ഇനി നിങ്ങളെ ഉടമ്പടി നീലയായി, ഇനി മാതാവിൻ്റെ സിൽവർ ഗ്രേയിൽ കടലിലേക്ക് നിങ്ങൾ പോയാലും ശരി, നിങ്ങളിടയ്ക്ക് പിന്നീട് ഉടമ്പടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നാലും പിന്നെന്താ? ദൈവം, നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം. അപ്പോൾ എപ്പോഴും നമ്മൾ ഓർത്തേക്കണം, നമ്മളിങ്ങനെ ഇടയ്ക്ക് നമുക്ക് മനുഷ്യന്മാർക്ക് ചില ചാബല്യങ്ങളും കുടുംബത്തിലും ഞെരുക്കങ്ങളും കാലാവസ്ഥ ഭേദങ്ങളും ന്യൂനമർദ്ദങ്ങളൊക്കെ ഉണ്ടാകത്തില്ലേ? കുടുംബത്തിലുണ്ടാവില്ല ന്യൂനമർദ്ദം. അപ്പോൾ ന്യൂനമർദ്ദം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഭയങ്കര ഹെവി ഡൗൺ പോറൊക്കെ ഉണ്ടാവും. ഇപ്പം എന്താ പറയണത്, ഭയങ്കര മഴ പെയ്തൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ. അപ്പം നമ്മൾക്ക് ഉടമ്പടിയോട് മാനുഷികമായിട്ട് ചില സമയത്ത് ഏതെങ്കിലും ഒരു വീഴ്ച വന്നാലും നാം പേടിക്കരുത്. എന്താ കാര്യം? നമ്മൾ ചെയ്ത ഉടമ്പടിയിൽ നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് പുതുക്കാൻ ഞാൻ അവസരം തന്നതിൻ്റെ കാര്യം അതാണ്. ചില ആൾക്കാർ 21 ഉടമ്പടി എടുത്തിട്ട് 16 തൊട്ട് 21 വരെ ഉടമ്പടി എടുത്ത് ജീവിച്ചു. പിന്നെ അവർ ഉടമ്പടി നിങ്ങൾ വിട്ടാലും ദൈവം വിടത്തില്ല. അനുഗ്രഹം ആ ദൈവം നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് ഇടയ്ക്ക് ദൈവമായിട്ട് കൂടുതൽ ആഴമായ ബന്ധത്തിലേക്ക് പോകണമെന്ന് കണ്ട പഴയ ഉടമ്പടി കൊണ്ടൊന്ന് പുതുക്കിയാൽ മതി. ചില ആൾക്കാർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഉടമ്പടി പുതുക്കാൻ വരും. എന്തിനാണ് എന്തെന്നറിയാമോ? അച്ഛനെ കാണാൻ. അപ്പം ഞങ്ങൾക്ക് ആ കള്ളത്തരം മനസ്സിലാകുന്ന കാണുമ്പോൾ നമുക്ക് അന്ന് ഞാനിവിടെ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ആ ഉടമ്പടി നോക്കും, ഈ ഉടമ്പടി എന്നാണെന്ന് നോക്കും. അപ്പോൾ ഉടമ്പടി 2022 ഉടമ്പടി. അപ്പോൾ എന്ന് നിങ്ങളിന്ന് പുതുക്കി, എന്തിനും പുതുക്കി? അച്ഛനെ കാണാൻ. ഈ അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? പഴുതുപോലെ പാകത്ത് വെക്കും. അപ്പോൾ കള്ളത്തരമാണ്. ഉടമ്പടിക്ക് തന്നെ അല്ല അത്. അവരച്ഛനെ കാണാൻ വേണ്ടി ഉടമ്പടി ദുർവിനിയോഗിക്കുകയാണ്. അച്ഛനെ കാണാൻ വേണ്ടിയല്ല ഉടമ്പടി എടുത്തിരിക്കുന്നത്, അവൻ പറയണ പോലെ ചെയ്ത് ജീവിക്കാൻ വേണ്ടിയല്ലേ. അപ്പം അതിനകത്ത് കള്ളത്തരമുള്ള കാരണം ഇവിടെ വെച്ച് തന്നെ മടക്കും. അവിടെ നിങ്ങളെ പറ്റിച്ചാലും ഇവിടെ ഞങ്ങളെ പറ്റിക്കാൻ പറ്റത്തില്ല. കാര്യം ഞങ്ങളിത് കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുകയാണ്. കാര്യം ഞങ്ങളെന്താണ്, എനിക്ക് നല്ല ബോധ്യമുണ്ട്, കർത്താവ് എന്നെയാണ് ഉടമ്പടി ഏൽപ്പിച്ചത്. അപ്പോൾ ആ വിഷയത്തിൽ ഞാനൊരു കോംപ്രമൈസും ചെയ്യത്തില്ല. ഓഫീസിലുള്ളിടത്ത് നിങ്ങൾ നിലവിളിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴപ്പോൾ അവർ നിങ്ങളുടെ കണ്ണീര് കാണുമ്പോഴൊക്കെ അപ്പം തന്നെ ഒപ്പിട്ട് തരും. പക്ഷേ ജോസഫച്ചൻ ഒപ്പിടത്തില്ല. കാരണം നിങ്ങളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനല്ല എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവം പറയണ പോലെ നിങ്ങളെ ജീവിപ്പിക്കാനാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ അതിനെ പ്രാധാന്യം കൊടുക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയി മര്യാദയ്ക്ക് ഉടമ്പടി 90 ദിവസം, ഇപ്പോൾ 2 ഇടയ്ക്ക് ഗ്യാപ്പ് വന്നില്ലേ? അപ്പോൾ 2000 ഇപ്പോൾ ഉടമ്പടി പുതുക്കിയില്ല, ഇനി ഒന്ന് പോയി ജീവിക്ക്, 2 മാസം കഴിഞ്ഞിട്ട് വരാൻ പറയും.
എന്താ കാര്യം? ഉടമ്പടിയിലുള്ള ആളെ കാണാൻ പറ്റത്തുള്ളൂ. ഈ 10-15 ലക്ഷം ആൾക്കാർ ഉടമ്പടി എടുത്തിട്ടില്ലേ? അപ്പോൾ ഇവരെ എല്ലാവരും കാണും, തീർച്ചയായിട്ടും. കാണാത്തവരുണ്ട്. ഒരു ദിവസം ഞാൻ 300 പേരൊക്കെയാണ് കാണുന്നത്. കാണേണ്ട കാര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതിയല്ലോ. ഉടമ്പടിക്ക് ശരിക്കും ഞാൻ പക്കാ ഉടമ്പടിക്ക് അച്ഛനെ കാണേണ്ട ഒരു കാര്യവും വരത്തില്ല. ഇവിടെ ഉടമ്പടി സിൽവർ ഗ്രേ ആയിട്ട് പോകുന്ന ആൾക്കാർ, അവർ അച്ഛനെ കാണാത്തവരുണ്ട്. അവർ ഓഫീസിൽ ചോദിക്കും, ഉടമ്പടി ഇത്രയും ആയില്ല, അച്ഛനെ കാണണ്ടേ? ഇല്ല, കാണണ്ട. എന്താ കാണേണ്ട ആളെ ഞങ്ങൾ കണ്ടാണ് ജീവിക്കണത്. അതാണ് പ്രശ്നം. അത് കർത്താവിനാണ് പ്രാധാന്യം അവിടെ. കാണേണ്ട ആളെ ഞങ്ങൾ കണ്ടാണ് ജീവിക്കണമെന്നേ, അച്ഛനെ കാണണ്ട. അതാണ് പക്ക ഉടമ്പടി എന്ന് പറയണത്. അവർക്ക് നല്ല ആത്മവിശ്വാസമാണ്. ആദ്യമായി തന്നെ ദൈവമാതാവിനും ഈശോയ്ക്കും പ്രത്യക്ഷണത്തിന് സാക്ഷി ഉയർത്തിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് റോൺസ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ സ്ഥലം കോഴിക്കോട് കട്ടിപ്പാറ ഇടവകാംഗമാണ്. ഉടമ്പടിയോടനുബന്ധിച്ച് എനിക്ക് കിട്ടിയ ആദ്യത്തെ അനുഗ്രഹം എൻ്റെ ജോലിയാണ്. ഞാൻ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് ബാംഗ്ലൂരിൽ നിന്നാണ്. അവിടുത്തെ ക്രിസ്തു ജയന്തി കോളേജ്, അവിടെ നിന്നാണ് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 ഓഗസ്റ്റിലാണ്. സോ ഡിഗ്രി ഞാൻ അവിടെ നിന്നാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പം 3rd ഇയർ ആയപ്പോൾ, ഞങ്ങളുടെ ഫൈനൽ ഇയർ ആണ്. അപ്പം 3rd ഇയർ ആയപ്പം ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ തന്നെ പ്ലേസ്മെൻറ്റിനുള്ള രജിസ്ട്രേഷൻ്റെ ലിങ്ക് ഞങ്ങളുടെ സാറ് ഷെയർ ചെയ്യുകയുണ്ടായി. അപ്പം ഞാൻ BComൻ്റെ കൂടെ ACCയും കൂടി ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ഡിഗ്രി കഴിയട്ടെ, ജോലി ഇപ്പോൾ വേണ്ട, ACCയും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് ജോലിക്ക് നോക്കാം എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ എന്തായാലും എൻ്റെ ഫ്രണ്ട്സൊക്കെ അതിന് രജിസ്റ്റർ ചെയ്തെന്നുകൊണ്ട് ഞാനും അത് ചുമ്മാ രജിസ്റ്റർ ചെയ്തിട്ടു. എന്നിട്ട് രജിസ്റ്റർ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം ഞാൻ എൻ്റെ സാറിനെ പോയി കണ്ടു, അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാറ് പറഞ്ഞു, റോൺസ് ഫില്ല് ചെയ്ത ഡെഡ് ലൈൻ കഴിഞ്ഞു, 2 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് അത് ഫില്ല് ചെയ്തത്, സോ ഇതിന് എലിജിബിൾ അല്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല, കാരണം ജോലി അപ്പം എൻ്റെ കൺസേൺ അല്ലായിരുന്നു. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ജോലി ചെയ്യാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഡിഗ്രി കഴിഞ്ഞു, ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ ACCA ഞാൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ മാർക്കറ്റിനെ പറ്റി സ്റ്റഡി ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ ACCൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടും ACCA പഠിക്കാം. കുറച്ച് എഫേർട്ട് ഇട്ടാൽ മതി, കുറച്ചുകൂടെ സമയം മാറ്റി വെച്ചാൽ മതി, ജോലിൻ്റെ കൂടെ തന്നെ ACCA കംപ്ലീറ്റ് ചെയ്യാം. അപ്പം എന്താ പറയുക, ACCA കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു 2-3 കൊല്ലത്തെ എക്സ്പീരിയൻസ് ആവും. അപ്പം അത് കുറച്ചുകൂടെ നല്ലതാണ്. ഒരു ജോബ് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു അപ്പർ ഹാൻഡ് കിട്ടാൻ അത് കുറച്ചുകൂടെ നല്ലതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എന്താ പറയുക, ഞാൻ എൻ്റെ പ്ലേസ്മെൻറ്റ്സിൽ ഞാൻ രജിസ്റ്റേർഡ് അല്ലായിരുന്നു. സാറ് പറഞ്ഞത് ഞാൻ അപ്പോഴാണ് ഓർത്തത്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഇങ്ങനെ ചോദിച്ചു, എന്തെങ്കിലും ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ എന്നോട് ഇങ്ങനെ പറയണം, ഞാൻ ജോലി നോക്കുന്നുണ്ട് എന്നൊക്കെ ഫ്രണ്ട്സിനോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവരെനിക്ക് ആ ഗ്രൂപ്പിൽ വന്ന ഒരു മെസ്സേജ് എനിക്ക് ഫോർവേഡ് ചെയ്തു. അതൊരു ഓസ്ട്രേലിയൻ ബാങ്കിൻ്റെ ഓപ്പണിംഗ് ആണ്. അപ്പോൾ അതെനിക്ക് ഫോർവേഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ്, അതിൻ്റെ പാക്കേജൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ലതാണെന്ന് തോന്നി. അപ്പം ഞാൻ ചുമ്മാ അതിനൊന്ന് കൊടുത്തിട്ടു. ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. എൻ്റെ അച്ഛനമ്മയും ഉടമ്പടി എടുത്തിട്ടുണ്ട്, പക്ഷെ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. അന്ന് എനിക്ക് കൃപാസന മാതാവിൽ അത്ര വലിയ വിശ്വാസമില്ലായിരുന്നു. കാരണം ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്, എല്ലാ പള്ളിയിലും മാതാവുണ്ട്, എല്ലായിടത്തും മാതാവിൻ്റെ രൂപങ്ങളുണ്ട്, ഏതെങ്കിലും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാൽ പോരെ, ഏതെങ്കിലും മാതാവിനോട് പ്രാർത്ഥിച്ചാൽ പോരെ എന്നായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവരാണ് പറഞ്ഞത്, അവരെനിക്ക് ഉടമ്പടിയെ പറ്റി ആദ്യം പറഞ്ഞു തന്നു, പക്ഷെ ഞാനത് അത്ര മൈൻഡാക്കിയില്ല. ഈ ജോലി ഇതിന് കൊടുത്തിട്ടതിന് ശേഷം, ഇതിന് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, അവരുടെ കൂടെ എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി, ബൈബിൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ ചെയ്തതെല്ലാം ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഈ ജോലിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. അപ്പം ഞാൻ എന്താ പറയുക, കൊടുത്തിട്ടിട്ട് എൻ്റെ ആദ്യത്തെ റെസ്പോൺസ് വന്നതൊരു ചൊവ്വാഴ്ചയാണ്. നമുക്കറിയാം, ഇവിടെ അച്ഛൻ ധ്യാനം അപ്ലോഡ് ചെയ്യുന്നത് ചൊവ്വാഴ്ചയാണ്. പിന്നെ എൻ്റെ ആദ്യത്തെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വന്നത് ചൊവ്വാഴ്ചയാണ്. എൻ്റെ ഇൻ്റർവ്യൂ നടന്ന ചൊവ്വാഴ്ചയാണ്. അങ്ങനെ എൻ്റെ ജോബായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ്. അപ്പോൾ അതെനിക്ക് വലിയൊരു അടയാളമായിരുന്നു. അപ്പം ഞാൻ കുറച്ചുകൂടെ കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് ആ ജോലി കിട്ടി. എന്താ പറയുക, എൻ്റെ ഫ്രണ്ട്സ്, എന്നെക്കാട്ടും നല്ല മാർക്കുള്ള, എന്നെക്കാട്ടും നല്ല ലാംഗ്വേജ് ഉള്ള എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ അവർക്കൊന്നും എൻ്റെ അത്രയും ഈ ഒരു പാക്കേജിലോ ഞാൻ ചെയ്യുന്ന അത്രയും എൻ്റെ ഒരു വർക്ക് ലൈഫ് കൾച്ചർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഭയങ്കര ഈസിയാണ്, കൺവീനിയൻ്റ് ആണ്. ഒരു ഫിക്സ്ഡ് അവേഴ്സ് ഉണ്ട്. എനിക്ക് ഒരു 9 അവേഴ്സ് മാത്രം വർക്ക് ചെയ്താൽ മതി. പക്ഷെ ഞാൻ നോക്കുമ്പം എന്നെക്കാട്ടും മെറിറ്റുള്ള എത്രയോ പേര് എന്നെക്കാട്ടും സഫർ ചെയ്താണ് അവിടെ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ IT കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് നമുക്കറിയാമോ, ഓൾമോസ്റ്റ് 20 അവേഴ്സ് ഒക്കെ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നവരുണ്ടാകും. പക്ഷേ എനിക്ക് നോക്കുമ്പോൾ ഭയങ്കര കൺവീനിയൻ്റ് ആണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, മാതാവിൻ്റെയും ഈശോയുടെ ഒരു അനുഗ്രഹം കൊണ്ടാണ് എനിക്കിത് കിട്ടിയതെന്ന് മനസ്സിലായി.
അപ്പം എനിക്ക് കുറച്ചുകൂടി ഉടമ്പടിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് എനിക്ക് തോന്നി. ഞാൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വന്നു, ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ട് ഇവിടുത്തെ പേപ്പറൊക്കെ ആയിട്ടാണ് ഞാൻ ബാംഗ്ലൂർക്ക് ഞാൻ തിരിച്ചു പോയത്. അതാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ അനുഗ്രഹം. രണ്ടാമതായി പെട്ടെന്നായിരുന്നു ജോലി കിട്ടിയത്. അപ്പം ഞാൻ അവിടുത്തെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഞാൻ തിരിച്ച് വന്നപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ആദ്യം താമസിച്ചത്. അവർ 2 പേരായിരുന്നു. ഒരു 2 BHK 2 റൂമുള്ളൊരു അപ്പാർട്ട്മെൻറ്റാണ് അവരും എടുത്തത്. ഓരോ റൂമിലും ഓരോ ആൾക്കാർ. അത് ഒക്യുപ്പൈഡായി. ഞാൻ ആദ്യം ഹാളിലാണ് കിടന്നുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ ഹാളിൽ കിടക്കുമെന്ന രീതിയിൽ ഞാൻ സമ്മതിച്ചു. പിന്നെ എൻ്റെ ജോലി ടൈം നോക്കുമ്പം ഓസ്ട്രേലിയൻ ബാങ്ക് ആയതുകൊണ്ട് ചിലപ്പോൾ രാവിലെ 2 മണി 3 മണിക്കൊക്കെ എൻ്റെ ജോലി തുടങ്ങും. അപ്പം എനിക്കെന്താ അത് കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങി. എന്താ പറയുക, ഉറക്കം അങ്ങോട്ട് ശരിയാവുന്നില്ല. പിന്നെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിൻ്റെ ബഹളങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്കത് ശരിക്കും അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ നിലവിലുള്ള അഗ്രിമെൻറ്റ് കഴിയുമ്പം എനിക്ക് ഒറ്റയ്ക്കൊരു റൂം. ഞാൻ ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന കോളേജിനടുത്താണ്, അതിന് തൊട്ടടുത്തൊരു പള്ളിയൊക്കെ ഉണ്ട്. എനിക്ക് ആ പള്ളിയോട് ചേർന്ന് എനിക്കൊരു റൂം വേണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഒരു ഡേറ്റ് ഇട്ടു, ഓഗസ്റ്റ് 15 മാതാവിൻ്റെ സ്വർഗ്ഗാരോഹണ തിരുനാളിന് മുമ്പായിട്ട് എനിക്കൊരു റൂം വേണം, ഇത്രയാണ് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം റെൻറ്റ് എന്നൊക്കെ ഞാനൊരു ഡെയിലി ബ്രെഡ് കൂടുമ്പം അച്ഛനിങ്ങനെ പറയുമായിരുന്നു, ഡോക്യുമെൻ്റ് സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് അച്ഛനിങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ അത് പ്രകാരം ഞാനിങ്ങനെ ഡോക്യുമെൻ്റ് ഒന്നുമില്ല, അഗ്രിമെൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഞാനൊരു വൈറ്റ് പേപ്പറിൽ ഇങ്ങനെ എൻ്റെ കാര്യങ്ങൾ എഴുതിയിട്ടു. എന്നിട്ട് ഞാൻ മാതാവിൻ്റെ ഉപ്പ് ഞാൻ അതിലിട്ട് ഞാൻ പ്രാർത്ഥിക്കും. ഡെയിലി ബ്രെഡ് ഞാൻ അങ്ങനെയായിരുന്നു കൂടിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഓഗസ്റ്റ് 10 ആയപ്പോഴത്തേക്കും ഒരു റൂമിൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓണർ എന്നെ വിളിച്ചു, ഇങ്ങനൊരു ഒഴിവുണ്ട്, വരാൻ റീലൊക്കേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതെനിക്ക് കിട്ടി വലിയൊരു അനുഗ്രഹമായിരുന്നു. ഞാൻ ചോദിച്ച പോലെ തന്നെ പള്ളിയോട് ചേർന്ന് എനിക്കൊരു റൂം മാതാവ് തന്നു. മൂന്നാമതായിട്ട് ഞങ്ങൾ വീട്ടിലേക്കൊരു വണ്ടി നോക്കുന്നുണ്ടായിരുന്നു. അപ്പം കുറച്ചധിക കാലമായി ഞങ്ങൾ നോക്കുന്നു, പക്ഷെ ഒന്നും അങ്ങോട്ട് ഒത്തു വരുന്നില്ല. ഒരു സെക്കൻഡ് ഹാൻഡ് ആയിരുന്നു ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഞങ്ങളൊരു ഏജൻറ്റ് ത്രൂ കോൺടാക്ട് ചെയ്തു. അപ്പം പല പല വണ്ടീസിൻ്റെ ഫോട്ടോസ് അയച്ചു തരും. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് ആകുമ്പോൾ നമുക്കറിയാം അതിൻ്റെ അവർ പറയുന്നത് ജെനുവിൻ ആണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു അടയാളം, മാതാവിൻ്റെ എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തരണം എന്നൊരു ആഗ്രഹം ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അതും ഞാൻ ഈ പറഞ്ഞ പോലെ ഡെയിലി ബ്രെഡിൽ ഞാനിങ്ങനെ എഴുതിയിട്ട് പ്രാർത്ഥിച്ചു, ഒരു ഇന്ന മോഡൽ വണ്ടി ഇത്ര കിലോമീറ്ററിനുള്ളിൽ എന്ന് ഞാനിങ്ങനെ ഡെയിലി ബ്രെഡിൽ ഞാൻ എഴുതിയിട്ട് പ്രാർത്ഥിച്ചു. അതും ഞാൻ ഉപ്പൊക്കെ ഇട്ടാണ് കൂടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുപോലെ ഞങ്ങൾക്കൊരു ദിവസം ഒരു ആഷ് കളറിൽ, ഒരു ആഷ് സിൽവർ കളറിൽ മാതാവിൻ്റെ അതേ കളറിലൊരു വണ്ടീൻ്റെ ഒരു ഫോട്ടോ ഏജൻറ്റ് ഞങ്ങൾക്ക് അയച്ചു തന്നു. അപ്പം ഞങ്ങൾ അതുമായിട്ട് മുമ്പോട്ട് പോയി. ആ വണ്ടി മാതാവ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു. പിന്നെ വർക്ക് ഫ്രം ഹോമിൻ്റെ കാര്യം ഞാൻ ചോദിച്ചായിരുന്നു. ഈ മാതാവിനോട് ഞാൻ ഡെയിലി ബ്രെഡിൽ അത് ഞാൻ എഴുതിയിട്ടു. ഈ നൈറ്റ് ഷിഫ്റ്റൊക്കെ വരുന്നത് കൊണ്ട് എനിക്ക് രാവിലെ 2 മണി 3 മണി, അപ്പം ബാംഗ്ലൂരിൽ നിന്ന് ഓഫീസിലേക്ക് പോകുമ്പം എനിക്ക് നേരത്തെ എണീക്കണം. അങ്ങനെ കുറച്ച് എൻ്റെ ഉറക്കം അങ്ങോട്ട് ശരിയാവുന്നില്ലായിരുന്നു. ഹെൽത്ത് ഇഷ്യൂസൊക്കെ ചെറിയ രീതിയിലുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, മാധവനോട് ഇങ്ങനെ ചോദിച്ചു, വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ എനിക്ക് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്താൽ മതി, ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് ഞാനിങ്ങനെ മാധവനോട് ഇങ്ങനെ ചോദിച്ചു. ഡെയിലി ബ്രെഡിൽ ഞാൻ എഴുതിയിട്ടു, ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അത് പ്രകാരം, കാരണം എൻ്റെ ഓഫീസിൽ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഒഴികെ ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും വർക്ക് ഫ്രം ഹോം ഉണ്ട്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമാണ് ഇല്ലാത്തത്. അപ്പം ഞാനത് ഡെയിലി ബ്രെഡിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഭാഗമായിട്ട് അതും മാതാവ് എനിക്ക് നൽകാൻ അനുഗ്രഹിച്ചു. എനിക്കിപ്പോൾ ഓഫീസിൽ പകുതി ദിവസം പോയാൽ മതി. ഒരു മാസത്തിൽ 20 വർക്കിംഗ് ഡേയ്സ് ഉണ്ടെങ്കിൽ എനിക്ക് 10 ദിവസം മാത്രം അവിടെ നിന്നാൽ മതി. ബാക്കി 10 ദിവസം എനിക്ക് വീട്ടിൽ വരാം. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് കിട്ടുന്ന പത്രം, ബാംഗ്ലൂരാണെങ്കിൽ ഞാൻ അവിടുത്തെ പള്ളികളിലൊക്കെ പോയി എനിക്ക് കിട്ടിയ അനുഗ്രഹം പറഞ്ഞ് ഞാൻ അവിടെ കൊടുക്കുമായിരുന്നു. നാട്ടിലാണെങ്കിൽ ഇവിടുത്തെ അങ്ങാടികളിലൊക്കെ പോയിട്ട് ഞാൻ ആൾക്കാരോട് ഇതിനെപ്പറ്റി പറഞ്ഞ് ഞാൻ പേപ്പർ കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് അവിടെ വഴി കാണുന്നവർക്ക് വഴിയിൽ സൈഡിലുള്ളവർക്ക് ഞാൻ ഭക്ഷണം മേടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ സാലറിയിൽ നിന്നൊരു കുറച്ച് തുക ഞാൻ മാറ്റിവെച്ച് പാവപ്പെട്ടവരെ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ വന്നുകൊണ്ടിരുന്ന ചേച്ചി, ആ ചേച്ചി ഞാൻ സാമ്പത്തികമായിട്ട് മാസത്തിൽ നിന്ന് കുറച്ച് ഭാഗം ഞാൻ മാറ്റിവെച്ച് ഞാൻ ആ ചേച്ചിക്ക് കൊടുക്കാറുണ്ട്. പിന്നെ കുടുംബ പ്രാർത്ഥന ഞാൻ കോളേജിൽ പോയപ്പോൾ തൊട്ട് ഞാനത് മുടക്കാറില്ലായിരുന്നു. അപ്പോൾ ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അത് ഇതുവരെയും ഞാൻ മുടക്കിയിട്ടില്ല. അതിനോടുകൂടെ തന്നെ ഞാൻ ബൈബിൾ വായന 1/2 മണിക്കൂർ ഞാൻ എല്ലാ ദിവസവും വായിക്കും. പിന്നെ ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ പള്ളിയിൽ പോവും. ഞായറാഴ്ചകളിലാണെങ്കിലും എല്ലാ ദിവസവും ഞാൻ മുടങ്ങാതെ പോവും. ഇപ്പം ഞായറാഴ്ച ഷിഫ്റ്റ് വരികയാണെങ്കിലും ഷിഫ്റ്റ് കഴിഞ്ഞ് വൈകുന്നേരം എവിടെയാണോ കുർബാന ഉള്ളത് അവിടെ വരെ ഞാൻ പോയി കുർബാന കൂടിയിട്ടുണ്ട് ഞായറാഴ്ചകളിൽ.
ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ ഈശോയ്ക്കും ദൈവമാതാവിനും നന്ദി പറയുന്നു. എൻ്റെ തിരുക്കുമാരനും പരിശുദ്ധ അമ്മ മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് അമ്പിളി ഡിൻഡോ. ഞാൻ ആളൂർ സെൻറ്റ് ജോസഫ് ദേവാലയത്തിൽ വരുന്നു. ഞാൻ ഒരു നേഴ്സായി UK വർക്ക് ചെയ്യുകയാണ്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് യൂട്യൂബിൽ ആകസ്മികമായിട്ട് ഒരു അച്ഛൻ്റെ ധ്യാനം കാണാനിടയായി. ഒത്തിരി ഇഷ്ടത്തോടെ അല്ലെങ്കിലും ഞാൻ പിന്നീടുള്ള ധ്യാനങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം സെപ്റ്റംബർ 2022 ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. 90 ദിവസം അത്ര 100% ആത്മാർത്ഥതയോടുകൂടിയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഉടമ്പടി നിബന്ധനകളൊക്കെ പാലിച്ചു പോയി. അങ്ങനെ 2025 മെയ് മാസത്തിൽ എൻ്റെ 2 ബ്രസ്റ്റിലും ചെറിയ നോഡ്യൂൾസ് ഫീൽ ചെയ്തു. അപ്പം ഞാൻ ഒത്തിരി പേടിച്ചു. ഞാൻ ക്യാൻസർ ആയിരിക്കുമെന്നൊക്കെയുള്ളൊരു ഭയം എന്നെ ഭയങ്കരമായിട്ട് അലട്ടിയിരുന്നു. മാനസികമായിട്ടും ഞാൻ ഭയങ്കരമായിട്ട് വേദനിച്ചിരുന്നു. ആ സമയത്ത് ഉടമ്പടി വസ്തുക്കൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. തീർത്ഥാടന ഉടമ്പടി എടുത്ത സമയത്തുണ്ടായിരുന്ന ഉടമ്പടി വസ്തുക്കൾ എൻ്റെ കൈകളിലുണ്ടായിരുന്നു. ആ തൈലം വെച്ച് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം വെച്ച് ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. ഇവിടെ പ്രാർത്ഥനാ സഹായം വിളിച്ച് അപേക്ഷിച്ചിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എന്നെ അവർ അവിടെയുള്ള ബ്രസ്റ്റ് ക്ലിനിക്കിലേക്ക്, അതായത് ക്യാൻസർ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് അൾട്രാസൗണ്ട് സ്കാനിന് വേണ്ടി അവർ റെഫർ ചെയ്തു. ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് എന്നോട് പറഞ്ഞ ബൈബിൾ വചനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ സ്കാൻ ചെയ്തു. അപ്പം അതിൻ്റെ റിസൾട്ട് വന്നത് ഫൈബ്രോസിസ്റ്റിക് ചേഞ്ചസ് എന്ന് പറയുന്ന ഒരു ഡിസീസാണ്. അതൊരു ഹോർമോണൽ ചേഞ്ചസ് ആണ്, അല്ലാതെ അതിൽ ക്യാൻസറിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് അവരെ സാക്ഷ്യപ്പെടുത്തി. ഞാൻ ഒത്തിരി നൊമ്പരപ്പെട്ടിരുന്ന സമയങ്ങളായിരുന്നു. മാനസികമായി ഞാൻ ഒത്തിരി തളർന്നിരുന്ന സമയത്ത് എനിക്കെൻ്റെ തമ്പുരാൻ ഒരു വചനം നൽകി അനുഗ്രഹിച്ചു. അതായത് ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായമാണ്. അതിൽ കുറച്ച് വചനങ്ങളുണ്ട്. അതിൽ പ്രത്യേകമായിട്ട് എന്നെ സ്ട്രൈക്ക് ചെയ്തത്, ഞാൻ നിന്നെ നീ അറിയാത്ത ജനതകളുടെ മുൻപിൽ നിന്നെ ഞാൻ സാക്ഷിയായി നിർത്തും. നീ അവരുടെ മുൻപിൽ ദൈവത്തെ പ്രകീർത്തിക്കാനായിട്ട് ഇടവരും. അതെനിക്ക് ആദ്യകാലങ്ങളിലൊന്നും മനസ്സിലായിരുന്നില്ല. ഞാൻ വായിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. എങ്കിലും പിന്നീട് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞപ്പോഴാണ് എനിക്കതിൻ്റെ അർത്ഥം എന്താണ് എന്ന് എനിക്ക് മനസ്സിലായത്. ഈ അൾത്താരയിൽ വന്ന് അത് എന്നെ അറിയാത്ത വ്യക്തികളുടെ മുൻപിൽ ഈശോയെ സാക്ഷ്യപ്പെടുത്താനാണ് അതിലൂടെ എനിക്ക് എനിക്ക് ആ ഒരു മെസ്സേജ് എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ആ സൗഖ്യത്തിന് ഒരുപാട് നന്ദി തമ്പുരാനും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ അടുത്തൊരു സാക്ഷ്യമെന്ന് പറയുന്നത്, ഞങ്ങൾ UK അവിടെ ഒരു ഭവനം സ്വന്തമായി ലഭിക്കാൻ നല്ല പാടാണ്. അതും പലതരത്തിലുള്ള ഭവനങ്ങളുണ്ട്. ഡിറ്റാച്ച്ഡ് ഹോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഹൗസാണ്. അത് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുള്ള സമയമാണ്. അപ്പം പല വീടുകളും ഞങ്ങൾ പോയി കണ്ടു, പക്ഷേ ഒന്നും ശരിയായില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഒരു നല്ലൊരു ഭവനം ഞങ്ങൾക്ക് ലഭിച്ചു. ആ ഭവനം കാണാൻ പോകുന്ന വ്യൂവിങ്ങിന് പോയ സമയത്ത് ഞാൻ ഉടമ്പടി വസ്തുക്കൾ കൊണ്ടുപോയി. ഞാൻ ഉടമ്പടി ഉപ്പ് ആ ഭവനത്തിൻ്റെ കോമ്പൗണ്ടിൽ ഇട്ടു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ആ ഭവനത്തിൻ്റെ ഭിത്തിയേൽ ഞാൻ ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അതോടൊപ്പം ഞാൻ അവിടെ ഒരു ചെറിയൊരു കല്ലിൻ്റെ താഴെ ഇവിടുന്ന് കിട്ടി എനിക്കൊരു ഉടമ്പടി കാശ്രൂപമല്ല, അല്ലാത്ത ഒരു കാശ്രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ കാശ്രൂപം അവിടെ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ, ഈ ഭവനം എൻ്റെ കൈ കിട്ടി, എനിക്ക് തിരിച്ചു വന്ന് ഈ കല്ലിൻ്റെ അടിയിൽ നിന്ന് എനിക്ക് ആ കാശ്രൂപം എനിക്കെടുക്കാനായിട്ട് അമ്മ അനുവദിക്കണം എന്ന്. അതുപോലെ തന്നെ ആ ഭവനം ഞങ്ങൾക്ക് ലഭിച്ചു. ഭവനം ഞങ്ങളുടെ കൈകളിൽ ലഭിച്ചു. ആ കാശ്രൂപം എനിക്ക് അവിടുന്ന് രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ കാശ് രൂപം എനിക്ക് എടുക്കാനായിട്ട് അമ്മ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ അടുത്തൊരു സാക്ഷ്യമെന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഞങ്ങൾക്ക് ലഭിച്ച ഭവനത്തിൽ നിന്നും ഞാൻ വർക്ക് ചെയ്യുന്ന ആശുപത്രിയിലേക്ക് കുറച്ച് ദൂരമുണ്ട്. എനിക്ക് ഡ്രൈവ് ചെയ്തേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങൾക്കൊരു വാഹനം ആവശ്യമായിരുന്നു. അപ്പം അമ്മയോട് ഞാൻ
അവിടെ വെച്ച് തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിരുന്ന സമയത്തൊരു നിയോഗം വെച്ചിരുന്നു. എനിക്ക് സിൽവർ ഗ്രേ കളറിലുള്ളൊരു കാറ് നൽകി അനുഗ്രഹിക്കണം, അമ്മ തന്നതാണ് എന്നുള്ള ഉറപ്പിനായിട്ട്. അതുപോലെ തന്നെ അമ്മയുടെ നിറമുള്ള ഒരു കാറ് ഞങ്ങൾക്ക് നൽകി അമ്മ ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് മേടിച്ചതെന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി ഞാൻ സമർപ്പിക്കുന്നു. ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് പ്രേക്ഷിത പ്രവർത്തനം. ഞാൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം എല്ലാ ചൊവ്വാഴ്ചകളിലെയും ഞാൻ സ്റ്റാറ്റസായും മറ്റുള്ളവർക്ക് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഡെയിലി ബ്രെഡും ഞാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. എന്നോട് ആരെങ്കിലും ഉടമ്പടിയെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് വന്നാൽ ഞാൻ അവർക്ക് വ്യക്തമായി പറഞ്ഞു കൊടുത്ത് അവർക്ക് എങ്ങനെ ഉടമ്പടി എടുക്കാം, അല്ലെങ്കിൽ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അവർക്ക് വ്യക്തമായി പറഞ്ഞു കൊടുത്ത് അവരെ സഹായിക്കാറുണ്ട്. ഞങ്ങൾക്ക് അവിടെ ഒരു ചെറിയ ജപമാല കൂട്ടായ്മയുണ്ട്. ഒരു ചെറിയ ജപമാല കൂട്ടായ്മയാണ്. ഞങ്ങൾ ഒരു 3-4 പേര് കൂടി ഞങ്ങളങ്ങനെ പ്രാർത്ഥിക്കുന്നു. പിന്നെ അവിടെ നമുക്കങ്ങനെ പുറത്ത് ഒത്തിരി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള സാഹചര്യമില്ല. ഞാൻ ഉപവാസമെടുക്കുന്ന എല്ലാ ചൊവ്വാഴ്ചകളിലും ശനിയാഴ്ചകളിലും ഞാൻ എൻ്റെ ഒരു നേരത്തെ ആഹാരത്തിൻ്റെ വിഹിതം ഞാൻ അവിടുത്തെ ഫുഡ് ബാങ്കിൽ ഞാൻ അവർക്ക് അവിടെ ഷെയർ കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു പ്രത്യേക ഒരു അനുഗ്രഹം എനിക്ക് കിട്ടിയതായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ പണ്ടും വിശുദ്ധ കുർബാനയ്ക്കും എല്ലാത്തിനും ഞാൻ പങ്കെടുക്കുന്ന വ്യക്തി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് വിശുദ്ധ കുർബാനയോട് കൂടുതൽ ഇഷ്ടത്തോടു കൂടി വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുവാനുള്ളൊരു വലിയ കൃപ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ആദ്യ കാലഘട്ടങ്ങളിൽ നിന്നും ഉടമ്പടി എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്, ഉടമ്പടി ധ്യാനങ്ങൾ കൂടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്താണ് ഉടമ്പടി, എങ്ങനെയാണ് ഒരു ഉടമ്പടി എന്ന് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് മാറ്റിമറിക്കുന്ന, അല്ലെങ്കിൽ എങ്ങനെ നല്ലൊരു വ്യക്തിയായി നല്ലൊരു ക്രിസ്ത്യാനിയായി ജീവിക്കാം എന്നതാണ് ഉടമ്പടിയുടെ അർത്ഥമെന്ന് എനിക്കിപ്പം മനസ്സിലായത് ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാറുമുണ്ട്. പിന്നെ കുമ്പസാരിക്കുന്നത് ഒരു 15 ദിവസം 20 ദിവസം കൂടുമ്പോൾ സാരിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഇതുവരെ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്കും ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഒരുപാട് നന്ദി പറയുന്നു.